എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ പോലും ഇല്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. സത്യത്തിൽ ഇത്ര പെട്ടെന്ന് ആ തീരുമാനം എടുക്കുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചിരുന്നില്ല. ഇന്നത്തെ വ്ലോഗ് കുറച്ച് സ്പെഷ്യലാണ്. ചെറിയൊരു ഗോൾഡ് സ്കീമിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് വിഡ്രോ ചെയ്യാനാണ് ഞങ്ങൾ കണ്ണൂരിലെ ചെമ്മണ്ണൂർ ബ്രാഞ്ചിലേക്ക് പോയത്. ഏട്ടൻ പെട്ടെന്ന് എന്നെ മോട്ടറാക്കി വിട്ടു ഗൈസ്. ഈ ഡയലോഗിലാണ് ഞാൻ വീണത്. ആദ്യം ആ പൈസ കൊണ്ട് മക്കൾക്ക് ആവശ്യമായ എന്തെങ്കിലും വാങ്ങണമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഏട്ടൻ വീണ്ടും അതേ കാര്യം പറഞ്ഞു, നിനക്കൊരു മൂക്കുത്തിട്ടാൽ നന്നായിരിക്കുമെന്ന്. സത്യത്തിൽ എനിക്ക് മൂക്കുത്തിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും കുത്തുകയാണെങ്കിൽ നന്നായി റെഡിയായി ഒരു വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്ത് പോകണമെന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ അന്ന് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു. ഗൺവെച്ച് കുത്തി ആ ഒരു സെക്കൻഡിൽ കണ്ണിലും മുക്കിലും വെള്ളം വന്നു. ചെമ്മണ്ണൂർ ബ്രാഞ്ചിലെ സ്റ്റാഫിന്റെ പെരുമാറ്റം ശരിക്കും വളരെ നന്നായിരുന്നു. ഓരോ കാര്യം വളരെ ക്ഷമയോടെ പറഞ്ഞു തന്നു. ഇപ്പോൾ ഗൺ ഉപയോഗിച്ച് കുത്തിയത് കൊണ്ട് ചെറിയ മുക്കുത്തി ഇടാൻ പറ്റില്ലെന്നും കുറച്ച് വലിപ്പമുള്ളതായിരിക്കും വേണ്ടതെന്ന് പറഞ്ഞു. പിന്നീട് ഇഷ്ടമുള്ള ഡിസൈനിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അവിടെ വേൾഡ് കപ്പ് തീമിലുള്ള ഫോട്ടോസും പിന്നെ ബോച്ചെ മറോണൊക്കെ നിന്നെടുത്ത ഫോട്ടോയും ഉണ്ടായിരുന്നു. അതിനുശേഷം നേരെ പോസ്റ്റ് ഓഫീസിൽ ശിവദം ഡിസ്പാച്ച് ചെയ്യാൻ പോയി. അതിനിടയ്ക്ക് മൂക്കുത്തി ചേർന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് സെൽഫി എടുത്തോണ്ടിരുന്നു. പിന്നെ നേരെ കണ്ണൂരിലെ നമ്മുടെ സ്വന്തം പ്രേമ കഫേയിൽ പോയി ലഗോൺ ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റും 2 പേർക്ക് സുഖമായി കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ലഗോൺ ബിരിയാണി തന്നെയാണ്. പിന്നെ കല്ലുമ്മക്കായ് ബിരിയാണി ഉണ്ട്, ബ്രോയിലർ ചിക്കൻ ഉണ്ട്. പക്ഷെ ഇത് കഴിച്ചിട്ടും തീരുന്നില്ല ഗൈസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏട്ടനോട് പറഞ്ഞു എനിക്ക് മതിയായി, എനിക്കിത് ഫുൾ കഴിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും കണ്ണൂർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരിക്കലെങ്കിലും പ്രേമ കഫേയിൽ പോയിട്ട് ബിരിയാണി കഴിക്കണം. പിന്നെ കണ്ണൂരിലെ ആദ്യത്തെ മാള നിറപ്പെടുന്ന സിറ്റി സെന്ററിൽ പോയി ഷോപ്പിംഗ് കഴിഞ്ഞു. ഒരു തണുത്ത ലൈം പാസാക്കി വീട്ടിലേക്ക്. എന്നെ പുതിയ മൂക്കുത്തിയോടെ കണ്ടപ്പോൾ മക്കളുടെ എക്സ്പ്രഷൻ കാണേണ്ടതായിരുന്നു. അപ്പോൾ ഗൈസ്, ഈ മൂക്കുത്തി എനിക്ക് ചേരുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാൻ മറക്കല്ലേ. ബൈ.